വസല്ലമ തങ്ങളോട് എനിക്കുള്ള കടപ്പാടാണ്. ഈ താടിരോമങ്ങൾ നീക്കിയിട്ടുള്ള റേഡിയേഷൻ എനിക്ക് ആവശ്യമില്ലെന്ന് പറയാൻ ഒരു മനുഷ്യന് സാധിക്കുമെങ്കിൽ അവരുടെ സമർപ്പണം, അവരുടെ ഡെഡിക്കേഷൻ എത്ര വലുതാണ്. അവരാണ് മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ. അവർ നമ്മെ ക്ഷണിക്കുന്നത് ഇലസ്സുഹുദി, ത്യാഗത്തിലേക്കാണ്. ഒരുപാട് പരിപാടികളിൽ മഹാനായ ചെറുശ്ശേരി ഉസ്താദിന്റെ കൂടെ അവിടുത്തെ പിറകിൽ ഇരിക്കാൻ ഭാഗ്യം ലഭിച്ചു എനിക്ക്. കാസർഗോഡ് ജില്ലയിലും മംഗലാപുരത്തുമൊക്കെ പല പരിപാടികളിലും ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് അറിയാതെ കരഞ്ഞുപോയ പല സന്ദർഭങ്ങളുമുണ്ട്. കാസർഗോഡിന്റെ വിവിധ കുഗ്രാമങ്ങളിലുള്ള പരിപാടികൾക്ക് മഹാനായ ശൈഖുന വന്ന് റെയിൽവേ സ്റ്റേഷനിൽ കുറെ സമയം സംഘാടകരെയും കാത്തു നിൽക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ മഹാനായ ഉസ്താദിനെ കൊണ്ടുവരാൻ വേണ്ടി വന്നത് വളരെ നമ്മുടെ കാഴ്ചപ്പാടിൽ വളരെ നിസ്സാരപ്പെട്ട വാഹനങ്ങളിൽ മഹാനായ ശൈഖുന ഒരു പരാതിയുമില്ലാതെ, ഒരു പരിഭവവുമില്ലാതെ കയറി യാത്ര ചെയ്യുന്നത് എത്രയോ തവണ ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റുള്ള മഹാരഥന്മാരായ നമ്മുടെ മുൻഗാമികളെ ഒന്നും നേരിട്ട് വായിച്ച് മനസ്സിലാക്കാൻ നമ്മൾക്ക് സാധിച്ചില്ലെങ്കിലും ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനെ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ട്, ഉസ്താദ് ഇത്രത്തോളം താഴേണ്ടിയിരുന്നില്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, ഉഖ്റവിയായ ആലിം ക്ഷണിക്കുന്നത് അഭിലാഷങ്ങളിലേക്കല്ല, ഇലസ്സുഹുദി, ത്യാഗത്തിലേക്കാണ്. താനൊരു പണ്ഡിതനാണെന്ന് മനസ്സിലാക്കാൻ കോടിക്കണക്കിന് രൂപയുടെ വാഹനങ്ങൾ വേണ്ടി വന്നില്ലല്ലോ ചെറുശ്ശേരി ഉസ്താദിന്. അതുതന്നെയല്ലേ ഒരാലിമിന് അള്ളാഹു കൊടുക്കുന്ന മഹത്വം. ആരിൽ നിന്നൊക്കെയോ കടം വാങ്ങിയ വാഹനങ്ങളും ആരിൽ നിന്നൊക്കെയോ കടമെടുത്ത പുറമോടിയുമൊന്നും വേണ്ടി വന്നില്ല. ബഹുമാനപ്പെട്ട കാളിയാരകത്തെ സൈനുദ്ദീൻ മുസ്ലിയാർക്ക് താൻ ഒരു ആലിമാണെന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്താൻ മഹാനവർകൾ വിട പറഞ്ഞു എന്ന് കേട്ടപ്പോ നാടും നഗരവും ഇളകി മറിഞ്ഞു. കരയാത്തവരാരും ഉണ്ടായിരുന്നില്ല, നനയാത്തവ കണ്ണുകളൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല. ഇന്നും ഇവിടെ സംസാരിക്കപ്പെട്ടപ്പോഴൊക്കെ എല്ലാവരുടെയും കണ്ണിലീറനണിഞ്ഞത് ആ വലിയ മനുഷ്യനോടുള്ള ഖൽബിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വല്ലാത്ത ഒരു സ്നേഹം തന്നെയാണ്. ഈ ഒരു സ്നേഹം പോരെ മഹാനായ ചെറുശ്ശേരി ഉസ്താദിന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഓരോ നേതാക്കന്മാരെയും ഒന്ന് അനുസ്മരിച്ചു നോക്കൂ നിങ്ങൾ. ബഹുമാനപ്പെട്ട, ഞാൻ ഓർത്തു പോകുന്നു, മഹാനായ KT ഉസ്താദ് തന്റെ ജനാദ നമസ്കാരത്തിന് ജനലക്ഷങ്ങളെ കോഴിക്കോട്ടെ കടപ്പുറത്ത് കൊണ്ടുവന്നിട്ട് വഫാത്തായി പോയ മഹാനല്ലേ. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങൾ കുളിച്ച് തനിക്ക് കഫൻ ചെയ്യാനുള്ള തുണി നിവർത്തി വെച്ചിട്ട് അതിൽ കിടന്ന് വഫാത്തായി എന്ന് നമ്മൾ പുസ്തകത്തിൽ വായിച്ചു. പക്ഷേ വർത്തമാന കാലത്ത് നമ്മളും കണ്ടു നമ്മുടെ പ്രിയപ്പെട്ട നേതാവിനെ. അന്ന് പലരും പറഞ്ഞിരുന്നു ഉസ്താദിനോട് വിശ്രമിച്ചു കൊള്ളാൻ. പക്ഷേ ഉൾവിളി വന്നുകൊണ്ട് ആ വേദിയിൽ നെറ്റിയിൽ കൈകൊടുത്ത് KT മാനു മുസ്ലിയാർ നോക്കിയത്, ഇനി എനിക്ക് പോകാൻ സമയമായി, എന്റെ വിളിക്കുത്തരം ചെയ്തിട്ട് അറബിക്കടലിന് സമാനമായ ഒരു കടൽ തീർക്കാൻ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർക്ക് സാധിച്ചിട്ടുണ്ട്, ഇനി മാനുവിന് പോകാം എന്ന് മനസ്സിലായി ഇറങ്ങിപ്പോയ മഹാനല്ലേ മാനു മുസ്ലിയാർ. അന്ന് അറബിക്കടലിൽ നിന്ന് ഒളിവെടുത്ത ജനലക്ഷങ്ങളുടെ കണ്ണിൽ നിന്ന് വെള്ളമുറ്റിയപ്പോ അറബിക്കടലും വിചാരിച്ചിട്ടുണ്ടാവും, എന്റെ വെള്ളത്തിന്റെ അതേ രുചിയാണല്ലോ ഇന്നിവിടെ ജനസഹസ്രങ്ങളുടെ കണ്ണിൽ നിന്ന് മുറ്റി വീണത്. ഒരാലിമിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരങ്ങളിൽ ഒന്നല്ലേ അതൊക്കെ. അവർ നടത്തിയ പ്രവർത്തനം നിശബ്ദ വിപ്ലവങ്ങളായിരുന്നു. അവർ ക്ഷണിച്ചത് ഇലസ്സുഹുദി, ത്യാഗത്തിലേക്കായിരുന്നു. പിന്നെയും പറയുന്നു, നാലാമത്തെ അടയാളം വമിനൽ കിബിരി ഇലത്തവാദു. ആരാണ്, ഏത് ആലിമിന്റെ അടുത്താണ് പോയിരിക്കേണ്ടത്? കിബറിലേക്ക് ക്ഷണിക്കുന്നവന്റെ അടുത്തേക്കല്ല, ഇലത്തവാദു, വിനയത്തിലേക്ക് ക്ഷണിക്കുന്നവന്റെ അടുത്ത് പോയിരിക്കും. വിനയമാവണം ആലിമിന്റെ അടയാളം, വിനയമാവണം ഉഖ്റവിയായ ആലിമിന്റെ സിംബൽ, വിനയമാവണം. നമ്മുടെ ഉസ്താദുമാരെ ഒന്ന് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. തല ഒരിക്കലും ഉയർത്തിപ്പിടിക്കുമായിരുന്നില്ല മഹാനായ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ. അല്ലാഹു തആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് അവിടെ ഒരിക്കലും വലിപ്പത്തരം പറഞ്ഞില്ല. എത്ര ലാളിത്യത്തോടുകൂടെയായിരുന്നു അവിടുത്തെ ജീവിതം, അവിടുത്തെ വസ്ത്രവിധാനം. കടവത്തൂരിൽ ഒരു മരണ വീട്ടിൽ മഹാനായ ചെറുശ്ശേരി ഉസ്താദ് വന്നിരുന്നു. കഴിഞ്ഞ മഴയല്ല, അതിന്റെ തൊട്ടു മുമ്പുള്ള മഴക്കാലത്ത്. നമുക്കൊക്കെ അറിയാം, AP ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഉമ്മ മരിച്ചന്ന് മലവെള്ളം കയറിയിട്ട്, പുഴയിലെ വെള്ളം കയറിയിട്ട് അങ്ങോട്ട് പോവാൻ സാധിക്കുന്നില്ല. മഹാനായ ചെറുശ്ശേരി ഉസ്താദ് അന്ന് പെരിങ്ങത്തൂരിൽ പ്രസംഗിക്കുന്ന ദിവസമാണ്. ഉസ്താദ് അന്ന് AP ഇസ്മായിൽ സാഹിബിന്റെ വീട്ടിലേക്ക് പോയി. വളരെ പ്രയാസപ്പെട്ട് മരത്തിന്റെ പാലമൊക്കെ ഇട്ടിട്ട് അതിന്റെ മുകളിലൊക്കെ കയറിയിട്ടാണ് ഉസ്താദ് അവിടെ എത്തിയത്. ഞാൻ അതിന്റെ തൊട്ട് പിറകെ ചെന്നപ്പോ AP ഇസ്മായിൽ എന്ന് പറയുന്ന മാന്യ സഹോദരൻ എന്നെ ആലിംഗനം ചെയ്ത് കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞത്, എന്റെ ഉമ്മ വിട പറഞ്ഞതിനേക്കാൾ എന്നെ കരയിപ്പിച്ചത് ഉസ്താദിന്റെ വരവാണ്.
ഇതിനു മാത്രം ഞാൻ എന്ത് നന്മയാണ് ചെയ്തത്? കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട MP അബ്ദുൽ വഹാബ് പറഞ്ഞതുപോലെ, എന്നെ ഓർക്കപ്പെടാൻ മാത്രം ഞാൻ എന്താ ചെയ്തത്? ആരായി വന്നത്? ഇതിനു മാത്രം എന്ത് കടപ്പാടാണ്? ഇതിനു മാത്രം എന്ത് നന്മയാണ് ഞാൻ ചെയ്തത്? അങ്ങനത്തെ എന്നെ കാണാൻ ഉസ്താദ് വന്നതോർത്തിട്ട് എൻ്റെ ഉമ്മയുടെ വിടപറച്ചിലിനേക്കാൾ എനിക്ക് ദുഃഖം തോന്നി എന്നൊരു മാന്യ സഹോദരൻ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ആ ഒരു ലാളിത്യം, അതിലേക്കാണ് അവർ നമ്മളെ ക്ഷണിച്ചത്. അവർക്ക് ഏതെങ്കിലും രാഷ്ട്ര തലവന്മാരുടെ മുന്നിൽ പോകണമെന്ന് കൊതിയുണ്ടായില്ല. അവർക്ക് ആഡംബരത്തിന്റെ പറുദീസയിലുള്ള വാഹനങ്ങൾ വേണമെന്നും അങ്ങനെ യാത്ര ചെയ്യണമെന്നും അവർക്ക് മോഹം വന്നില്ല. അതൊന്നുമില്ലാതെ തന്നെ അള്ളാഹുവിന്റെ ഭൂമിയിലൂടെ അവർ നടന്നപ്പോ അത്ഭുതങ്ങൾ ഉണ്ടായി. അതാണല്ലോ സമസ്ത എന്ന് പറയുന്ന 90 വർഷം പഴക്കമുള്ള ഇന്നും യൗവനത്തിൽ നിലകൊള്ളുന്ന പ്രസ്ഥാനം അവരുടെ ഇഖ്ലാസിന്റെ പ്രതീകമാണ്. അവർ അതിനുവേണ്ടി അവരുടെ ജീവിതം അങ്ങ് സമർപ്പിച്ചു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ ജീവിതത്തിന്റെ അളവ്. അഞ്ചാമതായിട്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വമിനൽ അദാവതി ഇലൻ നസീഹ. ഉഖറവിയായ ആലിമീങ്ങൾ ശത്രുതയിലേക്ക് ക്ഷണിക്കുന്നവരല്ല, അവർ നസീഹത്തിലേക്ക് ക്ഷണിക്കുന്നവരാ, ഗുണകാംക്ഷയിലേക്ക് ക്ഷണിക്കുന്നവരാ. ഇതിനേക്കാൾ വലിയൊരു ഉദാഹരണം എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്രത്തിൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇന്നലകളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ പ്രയാസങ്ങളിൽ വളരെ വലിയ പ്രയാസമായി 989 കാലഘട്ടത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടായപ്പോ, ആ പ്രയാസങ്ങൾ കാരണം ചില ആളുകൾക്ക് സമസ്തയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നപ്പോ ബഹുമാനപ്പെട്ട സമസ്തയുടെ മഹാന്മാരായ പണ്ഡിതന്മാർ കാണിച്ച ഒരു നസീഹത്ത് ഒരുപക്ഷെ ലോകത്ത് തുല്യതയില്ലാത്ത നസീഹത്തായിരിക്കാം. ഏതൊരു സംഘടനാശാസ്ത്രവും ഏതൊരു സംഘടനയുടെ പ്ലാറ്റ്ഫോമും നാം വായിച്ചെടുക്കുമ്പോ ഒരാൾ പുറത്തു പോയാൽ അവിടെ മറ്റൊരാളെ എടുക്കുക എന്നത് ആ സംഘടനയുടെ ഒരു നിയമമാണ്, അതൊരു നിബന്ധനയാണ്. പക്ഷേ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 40 അംഗ മുശാവറയിൽ നിന്ന് ഏതൊക്കെയോ ചില ആളുകൾ മാറി നിന്നപ്പോ അവരെന്തെങ്കിലും കടന്നു വന്നാൽ അവർ സമസ്തയുടെ ഓഫീസിന്റെ പുറം ഭാഗത്തു നിന്ന് അവരുടെ കസേരയിലേക്കൊന്ന് എത്തി നോക്കണമെന്ന് അവർക്ക് തോന്നിയാൽ തങ്ങളുടെ കസേരയിൽ മറ്റുള്ള ആരെങ്കിലും കയറിയിരിക്കുന്നത് കണ്ടിട്ട് മസ്ലഹത്തിനൊരു തടസ്സമായി പോവരുത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ കസേരകൾ മാറ്റിവെക്കാൻ മാത്രം ഹൃദയവിശാലതയുള്ളവരായിരുന്നു മഹാന്മാരായ നമ്മുടെ നേതാക്കന്മാർ. ഇതിലപ്പുറം എന്ത് നസീഹത്താണ് അവർ കാണിക്കേണ്ടത്? അതുതന്നെയാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വമിനൽ അദാവതി ഇലൻ നസീഹ. അവർ അദാവത്തിൽ നിന്ന് നസീഹത്തിലേക്ക് ക്ഷണിച്ചവരാ, ഗുണകാംക്ഷയിലേക്ക് ക്ഷണിച്ചവരാ. ആ ഗുണകാംക്ഷയിലേക്ക് ക്ഷണിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന് ഓരോ വിഷയത്തിലും നമുക്കറിയാം, നമ്മളെപ്പോലുള്ള യുവാക്കൾ ചില വിഷയങ്ങളിൽ പെട്ടെന്ന് പ്രതികരിച്ചപ്പോഴൊക്കെ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദൊക്കെ കാണിച്ച ആ ഒരു സംയമനവും ആ ഒരു നസീഹത്തും ആ ഒരു പക്വതയും ഒക്കെ ഇന്ന് നമ്മൾ ഓർക്കുകയാണ്. അവസാനം ഉസ്താദ് തന്നെ അത്തരം വിഷയങ്ങളിൽ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം സമൂഹത്തിന് ബോധ്യമാക്കി കൊടുത്തപ്പോൾ ഒരാൾക്ക് പോലും മിണ്ടാട്ടമില്ലാത്ത വിധം അത് അസ്തമിച്ചു പോയതും നമ്മൾ മനസ്സിലാക്കുന്നു. ഞാൻ ഈ മനോഹരമായ ഒരു പരിപാടിയിൽ അത്തരം വിഷയങ്ങളിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഈ 5 കാര്യങ്ങൾ ഉഖറവിയായ ആലിമിനുണ്ടാകണം. ആ ആലിമിന്റെ കൂടെയാണ് നിങ്ങൾ ഇരിക്കേണ്ടത് എന്ന് ആരംഭ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എൻ്റെ വാക്ക് എവിടെ അവസാനിക്കുന്നുവോ അതിൻ്റെയൊക്കെ എത്രയോ മേലെയാണ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനെ പോലുള്ള മഹാരഥന്മാർ. അവരുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും വായിച്ച് മനസ്സിലാക്കിയവർ, ഓരോ അനുഭവങ്ങളും അനുഭവിച്ച് സന്തോഷമടഞ്ഞവർ ഈ മജ്ലിസിലുണ്ട്, ഈ നഗരിയിലുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല. മഗ്‌രിബിന് ശേഷം മറ്റൊരു സ്ഥലത്തെത്തേണ്ടതുകൊണ്ടും ഇവിടെ ഒരുപാട് ആളുകൾ പ്രസംഗിക്കാനുള്ളത് കൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഉഖറവിയായ ആലിമിന്റെ സത്യസരണിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത്. സമസ്തയുടെ ഓരോ ആലിമിനെയും നാം എടുത്തു നോക്കിയാൽ അവരാരും ഇൽമ കൊണ്ട് പൊങ്ങച്ചം കാണിച്ചവരല്ല. ലാ തതഅല്ലമുൽ ഇൽമ ലിതുബാഹു ബിഹിൽ ഉലമാ വലിതുഹാദു ബിഹിസ് സുഫഹാ വലിതസ്രിഫു ബിഹി വുജൂഹൻ നാസി ഇലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഇൽമ പണ്ഡിതന്മാർക്കിടയിൽ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയുള്ളതാവാൻ പാടില്ല. അതേപോലെ നിങ്ങളുടെ ഇൽമ വിഡ്ഢികളെ വെല്ലുവിളിക്കാൻ ആർക്കും സാധിക്കുമല്ലോ, അതിനുമാവരുത്. നിങ്ങളുടെ ഇൽമ വലിതസ്രിഫു ബിഹി വുജൂഹൻ നാസി ഇലൈക്കും, ജനശ്രദ്ധ നിങ്ങൾക്ക് കിട്ടാൻ
കിട്ടാൻ വേണ്ടിയുമാവരുത് നിങ്ങളുടെ ഇൽമ്. ഈ മൂന്നിന് വേണ്ടി ആരെങ്കിലും ഇൽമ് ഉപയോഗപ്പെടുത്തിയാൽ ഫമൻ ഫഅല ദാലിക ഫഹുവ ഫിന്നാർ, ഇബ്നു മാജ തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആരെങ്കിലും ഈ മൂന്ന് കാര്യത്തിന് വേണ്ടി ഇൽമിനെ ദുരുപയോഗം ചെയ്താൽ അവൻ നരകക്കാരനായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഉഖ്റവിയായ ആലിമീങ്ങളുടെ സരണിയായ ബഹുമാനപ്പെട്ട സമസ്തയുടെ കൂടെ ജീവിതാവസാനം വരെ ജീവിക്കാനും ഇൻഷാ അല്ലാഹ് നാളെയുടെ പാരത്രിക ലോകത്ത് മഹാന്മാരായ നമ്മുടെ സാദാത്തുക്കളും മഹാന്മാരായ നമ്മുടെ ഉലമാക്കളും തീർത്ത ആ ഒരു ശൃംഖലയിൽ ഒരു കണ്ണിയായി പിടിക്കാനും അല്ലാഹു തആല നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഒരു പ്രദേശത്ത് നല്ല ഒരു സംരംഭം തുടങ്ങാൻ ഇതിന്റെ സംഘാടകർ ലക്ഷ്യമിടുന്നു. തീർച്ചയായും എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഈ സ്ഥാപനം യഥാർത്ഥത്തിൽ ഈ നാട്ടിൽ വരിക വഴി ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് ഈ നാടിന്റെ സുഹൃതമാണ്. ഇത് ഒരുപക്ഷേ മുസ്ലിമിന്റെ മാത്രം സന്തോഷമാവില്ല. ഈ സ്ഥാപനം ഇവിടെയുള്ള സർവ്വ മനുഷ്യർക്കും, മതമുള്ളവർക്കും മതമില്ലാത്തവർക്കും ഒക്കെ സുഹൃതം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ വരാൻ പോകുന്നത്. ഈ സ്ഥാപനത്തിന് ശിലപാകുന്നത് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ പ്രിയപ്പെട്ട PMS പൂക്കോയ തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന ഇതര മത സുഹൃത്തുക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഭാഗ്യം ലഭിച്ചവരാണ്. തളി ക്ഷേത്രത്തിന്റെ ഗോപുരവാതിലിന് ആരോ തീയിട്ടപ്പോ ക്ഷേത്ര കമ്മിറ്റിക്കാരവിടെ എത്തിച്ചേരുന്നതിന് മുന്നേ ഗോപുരവാതിലിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ആരാണ് ഈ അതിക്രമം കാണിച്ചത്, ആര് ചെയ്താലും ഈ അനീതിക്ക് ഞാൻ എന്റെ സമുദായത്തോട്, ഞാൻ എന്റെ നാട്ടുകാരോട്, കേരളത്തിലെ മതേതര വിശ്വാസികളോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ പാണക്കാട്ട തങ്ങന്മാരുടെ ആ ഒരു കരങ്ങളാലാണ് ഈ സ്ഥാപനം ഇവിടെ ഉദ്ഘാടനം തുടക്കം കുറിക്കപ്പെടുന്നത്. അതുപോലെ മതസൗഹാർദ്ദത്തിന്റെ കേരളത്തിലെ എന്നല്ല ലോകത്തിന്റെ തന്നെ ബ്രാൻഡ് അംബാസഡർമാരായിരുന്നല്ലോ പാണക്കാട്ട സാദാത്തുക്കൾ. അതുകൊണ്ട് ഈ സ്ഥാപനം ഇവിടെ വരിക വഴി യഥാർത്ഥത്തിൽ ഇവിടെ മതസൗഹാർദ്ദത്തിന്റെ, സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ ഒരുപാട് നന്മകൾ ചേർത്ത് വായിക്കാനാണ്. അതുകൊണ്ട് ജാതിമത ചിന്തകൾക്കപ്പുറം നല്ല ഒരു നാടാണ് ഈ പ്രദേശം. നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തെ സഹായിക്കണമെന്നും എല്ലാവിധ പിന്തുണയും എല്ലാവരും നൽകണമെന്നും വളരെ വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിട നൽകുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.